ആഗോള അയ്യപ്പ സംഘം ഒരു ചരിത്ര വിജയമായി മാറിയിരിക്കുന്നു. അതായത് നിരവധി ഡെലിഗേറ്റ്സുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും പങ്കെടുക്കുകയും ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളും നടപടികളും എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ 3 സെക്ഷനായി നടത്തുകയും അന്തർദേശീയ തലത്തിൽ ശബരിമലയുടെ ഖ്യാതി, അതിന്റെ മതേതര ഭാവം, അത് ഉണർത്തുന്ന സന്ദേശം എത്തിക്കാനും ആഗോള പിൽഗ്രിം സെന്ററായിട്ട് രാജ്യത്തിന് തന്നെ മാതൃകയായ രീതിയിൽ അതിനെ വളർത്താനും ഉള്ള നയപരിപാടികൾ ആവിഷ്കരിക്കാൻ അതിന്റെ നിർദ്ദേശങ്ങൾ നിരവധി ഡെലിഗേറ്റ്സിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അത് ക്രോഡീകരിച്ച് ദേവസ്വം ബോർഡിന് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും കേരളത്തിലെ വികലമായ മാനസികാവസ്ഥയിൽ കേരളത്തിലെ എന്ത് നല്ല കാര്യത്തിനും പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിലെല്ലാം എതിര് നിൽക്കുന്ന അവർ എന്തോ അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിൽ ചാടിയിരിക്കുന്ന ഒരു വലിയ ക്ഷേത്ര സമുച്ചയത്തിന്, അതായത് മതസൗഹാർദ്ദത്തിന്റെ ലോകത്തിന് മാതൃകയായ ക്ഷേത്രത്തിന്, ആ ക്ഷേത്രത്തിന്റെയും അത് നൽകുന്ന മെസ്സേജിനെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു സംഗമത്തിൽ അവര് രാഷ്ട്രീയം കണ്ട് വികലമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യും. അതിനുള്ള ചുട്ട മറുപടിയാണ് ഇന്ന് പൻപാതീരം സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അവർ വാർത്തകൾ നൽകുകയും ലൈവായി സംപ്രേഷണം ചെയ്യുകയും നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ അതിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തത് ഇതിന്റെ പ്രാധാന്യത്തെ, ഇതിന്റെ ആഗോള പ്രസക്തിയെ എല്ലാവരുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ വലിയ രീതിയിലുള്ള സേവനം ചെയ്തു. അത് കാരണം എന്തുകൊണ്ട് ഇതിന്റെ പ്രസക്തി വലുതാണെന്ന് ബോധ്യമായതുകൊണ്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു, ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ, ഒന്ന് ശബരിമല റെയിൽവേ പാത, അങ്കമാലി റെയിൽവേ പാത കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ മന്ത്രാലയമാണ് റെയിൽവേ പാതകൾ രാജ്യത്തെമ്പാട് നിർമ്മിക്കുന്നത്. എങ്കിലും ശബരിമലയുടെ പ്രാധാന്യം അനുസരിച്ച് അതിനുള്ള പകുതി പണം മുടക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിന്റെ സന്നദ്ധതയാണ്. അതുപോലെ ശബരിമലയുടെ വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന അല്ലെങ്കിൽ നൽകാൻ പോകുന്നത് എരുമേലി ആസ്ഥാനമായി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ശബരി വിമാനത്താവളമാണ്, എരുമേലി വിമാനത്താവളമാണ്. അങ്ങനെ എല്ലാ തലത്തിലും വിദേശത്തുള്ള സ്വദേശത്തുള്ളതുമായ ഭക്തജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ സൗകര്യപ്രദമായി ശബരിമല വരാനും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് എല്ലാവരും അയ്യപ്പന്മാരായി കണ്ടുകൊണ്ട് ലോകത്തിൽ തന്നെ അവർ സന്ദർശിക്കുന്ന ഒരു ഭക്തി താവളത്തിൽ അതേ പ്രതിഷ്ഠയുടെ പേരിൽ തന്നെ പോകുന്ന ഭക്തജനങ്ങൾ ഒറ്റ സ്ഥലത്തുള്ള ശബരിമലയിലാണ്. അതിന്റെ ഖ്യാതി സംസ്ഥാന സർക്കാർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിനാവശ്യമായ പണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ തന്നെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 1360 കോടിയോളം രൂപ ഇതിനായി 3 ഘട്ടങ്ങളിലായി സർക്കാർ ചെലവഴിക്കുന്നു. 650 കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പഠനത്തിന് ശേഷം അവർ സമർപ്പിച്ച ഒരു പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്, ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിനെ ലോകത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള ആഗോള തീർത്ഥാടന കേന്ദ്രമായി വളർത്തി കേരളത്തിന്റെയും ആ ക്ഷേത്ര സമുച്ചയത്തിന്റെയും ശബരിമല ക്ഷേത്ര സമുച്ചയത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെയും ഉന്നമനത്തിനായി ഒരു ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയതിനെ കേരളത്തിൽ നല്ല ലോകവ്യാപകമായിട്ടുള്ള അയ്യപ്പ ഭക്തരും ജനാധിപത്യ വിശ്വാസികളും വളരെയധികം സന്തോഷത്തിലാണ്. അതിന്റെ തെളിവാണ് നിങ്ങൾ മാധ്യമങ്ങൾ തുടർച്ചയായി ഈ സംഗമത്തെ കുറിച്ച് നടത്തിയ വാർത്തകൾ, അതിന്റെ മെസ്സേജുകൾ ലോകത്തിലെത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചത്. വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും 2 മന്ത്രിമാര്, മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സുകള്, കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ മിക്കവാറും എല്ലാവരും തന്നെ പങ്കെടുത്ത ഈ സുന്ദരമായ നിമിഷങ്ങൾ, ഇന്ന് കേരളം കാഴ്ചവെച്ച ഈ വൻ വിജയം നേടിയ ഈ ആഗോള സംഗമം ഒരു ചരിത്രത്തിന്റെ അടയാളപത്രമായി മാറുന്നു. കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ ഖ്യാതി, കേരളത്തിലെ വിനോദ ആത്മീയ സഞ്ചാരികളുടെ ഒരു താവളമായി മാറുന്നതിനായി ഗവൺമെന്റ് എടുത്തത്, അത് വലിയ രീതിയിലുള്ള മതേതര സംഗമഭൂമിയെ ശബരിമലയെ തന്നെ തെരഞ്ഞെടുത്തത് അത്യധികം സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.